ഇതെന്താ ഇവിടെ? എല്ലാം പറയാടോ. ടുഡേ ഈസ് എ ബിഗ് ഡേ. കേട്ടാ ത്രില്ലടിക്കും. ഇതെന്താന്നറിയോ? കണ്ണാടി വെക്കാറായി. പിന്നെ കണ്ണാടി പൊടിയിടുന്നു. ഹായ്. ഹായ്. ഹലോ ആൻറ്റി. ഏതാടി വൃത്തിയായിട്ടവൻ? കമ്മോണമ്മ, 35+ പറഞ്ഞാ ഞങ്ങൾക്കത് ആന്റിമാരാ. ഓ, ആണുങ്ങൾക്കതൊന്നും ബാധകമല്ലല്ലോ. ഇതെന്ത് ബ്രോഷറാ? അയർലാൻഡിലെ 2 ലീഡിംഗ് സ്കൂൾസിന്റെയാ. നമ്മളങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ശാന്തി മാം എനിക്ക് വേണ്ടി വരുത്തിച്ചു തന്നതാ. ദ ടക്ക് ഷോപ്സ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീനാ. വൺസ് ഇൻ എ മന്ത് സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ നടത്തുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന അവരുടെ പോക്കറ്റ് മണി. അപ്പോൾ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് മാത്രമല്ല, ഇതുവരെ എനിക്ക് തന്നതൊക്കെ വീട്ടുകയും ചെയ്തോളാം. പോരെ? പിന്നെ ഇത് കണ്ടോ അമ്മ, ഹൈസ്കൂൾ ലെവലിന്റെ 3 സ്ട്രീംസ് അവർ ഓഫർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ലച്ചു, അയർലൻഡിലേക്ക് ഇത്തവണ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റും തോന്നുന്നില്ല. എനിക്കിനി അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ അത് പറ്റൂ. അത് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഹലോ. യെസ് മാം. ഒന്ന് പാക്ക് ചെയ്തോളൂ. ഓക്കെ മാം. സർ, ഇൻകമിംഗ്. ശശികല വിദ്യാധരൻ. ഹലോ. ഹലോ. അതെ, സോറി കേട്ടോ, ബർത്ത്ഡേയുടെ കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തെ. ഹാപ്പി ബർത്ത്ഡേ. ഓ, എന്നിട്ട് താൻ പറയടോ. ഇന്ന് എന്റെയും ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ സർ. എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പിള്ളേരാരും വിളിച്ചില്ലല്ലോ. ദോഷം പറയരുതല്ലോ ശശികലേ. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട്. കാപ്രിക്കോണാ, കുഴി മടിയന്മാരായിരിക്കും. അല്ലടോ, താൻ പറഞ്ഞത് ഉക്രൈന്റെ സാമ്പത്തിക നയത്തെ പറ്റി പറയാൻ പറ്റാത്തോണ്ടാ ജോലി കിട്ടാതിരുന്നതെന്നല്ലേ? അതെ. പക്ഷെ റാണി ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തനിക്ക് പ്രായം കൂടി പോയതുകൊണ്ടാന്നാണല്ലോ. അവളുടെ ഏതോ ബന്ധത്തിലുള്ള ഒരു ചിറ്റപ്പന്റെ മോൻ ഇന്റർവ്യൂ ബോർഡിനൊപ്പം ഉണ്ടായിരുന്നു. 40 കഴിഞ്ഞവരെ ജോലിക്ക് എടുക്കാത്തോണ്ടാ തന്നെ പറഞ്ഞു വിട്ടതെന്ന്. 40 അവളുടെ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞാനും എന്റെ അമ്മയും കോംപ്രമൈസ് ചെയ്യായിരുന്നു. എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു. നിങ്ങളുടെ മോള് വയറ്റിൽ കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസം കൊലയ്ക്ക് കൊടുക്കുമായിരുന്നു. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവളല്ല. എന്തായി മോളെ അയർലൻഡ്? കൊറേ കാര്യങ്ങളൂടെ ശരിയാവാനുണ്ട് സാറേ. ഇതെപ്പോ വാങ്ങി? ഇന്ന് 675 രൂപ. ഓർമ്മ നിൽക്കാനത് നല്ലതാ. ആരോഗ്യ മാഗസിനിൽ ഉണ്ടായിരുന്നു. എന്റെ മോളെ എന്താ കൊതുക്. അതെ, ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും നോക്കാറില്ലേ? നോക്കണോന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയതാ സാറേ. പക്ഷെ എവിടെ സമയം. ലച്ചു വല്ലപ്പോഴും ഇത്തിരി വെള്ളമൊഴിച്ചാലായി. എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ടുള്ള പച്ചക്കറി എങ്ങനെ കിട്ടുമല്ലോ. ഓ, അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ സാറേ. സാറിന് കേക്ക് എടുക്കട്ടെ? വേണ്ട വേണ്ട. എന്നാ ഒരു ചായ എടുക്കട്ടെ? ചായക്കിനി പാല് ഒന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ നാളെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ പറയാം. എനിക്ക് അവിടെ 1-2 മോളെ ചെല്ലേ. മൃഗങ്ങൾ പോലും കാട്ടാത്ത ക്രൂരത സ്വന്തം കുഞ്ഞിനെ
കുഞ്ഞിനോട് കാട്ടിയ നിന്നെ പോലുള്ള നീരാളികളുടെ ഉപദേശം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം വിഷു അറിഞ്ഞോ? മുന്നിൽ നിന്ന് അസഭ്യം വിളമ്പിയ കുട്ടി അയാളുടെ അല്ലെന്ന് അറിഞ്ഞോ? പറ്റിക്കും. എങ്ങനെ? സാന്ദ്ര പറഞ്ഞോ? സാന്ദ്ര പത്മിനി അമ്മയോട് പറയുന്ന അയാൾ കേട്ടു. അയാൾ തൊട്ടടുത്ത മുറി നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് അറിഞ്ഞതായിട്ട് അയാൾ ഭാവിക്കുന്നേയില്ല. സാധാരണ പോലെ പെരുമാറുക. ഇതിന്റെ വോളിയൊന്ന് കുറയ്ക്കോ? നിങ്ങൾക്ക് രണ്ടർക്കും മാത്രം കണ്ട പോരെ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. വന്ന് കേറിയപ്പോ പോലെ നടന്നല്ലാണല്ലോ പെണ്ണ്. അല്ല ഇത് ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായതേ എന്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് തിരിക്കുന്നതും ഞാനല്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ മുഖം വീർപ്പിക്കൽ മഹാമഹം നടത്തുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കുറെ കൂടി ചെറുപ്പമുള്ള ഒരു അമ്മയെ തന്നൂടായിരുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുക. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അമ്മയ്ക്ക് മനസ്സിലാവില്ല. പതുക്കെ. ഒരു ഡ്രീമില്ലാതായി പോകുമ്പോഴുള്ള സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കേ മനസ്സിലാവും. സ്കൂളിലെയും കോളേജിലെയും എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം, വായിച്ചു നോക്ക്. ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ. എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്, അന്നത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെയും പറയാം. ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ്. നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതീ വിട. മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ണാ, ഒരു 500 തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ. അതൊക്കെ അമ്മയുടെ കബോർഡിൽ ഭദ്രമായിട്ട് ഇരിക്കട്ടെ. അല്ലെങ്കിൽ പാവം ചിലൊക്കെ പട്ടിണി അടിച്ച് ചത്തുപോകും. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതേ നീ പറഞ്ഞ ഡ്രീം കാണാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാ. ഓ, ഭയങ്കര സാക്രിഫൈസ് ആയിപ്പോയി. ലോകത്തുള്ള ഒരു അമ്മ സക്സസ്ഫുൾ ആയിട്ടില്ലല്ലോ. അച്ചേ ചെയ്യണമെന്നുള്ളവർക്ക് ഏത് അവസ്ഥയിൽ അച്ചീയാം. അത് ചെയ്യാതെ മടി പിടിച്ചിരുന്നിട്ട് ബ്ലെയിം മുഴുവൻ എന്റെ തലയിലും. എന്ത് എളുപ്പമുണ്ട്. ഒന്നും തലയിലേക്ക് വെക്കുന്നില്ലേ? പക്ഷെ എവിടെ പോയാലും അവസാനം വെക്കാൻ പഠിക്കേണ്ടത് ഇവിടുത്തെ കഞ്ഞിയും കറിയാണെന്ന് ഓർത്താ മതി. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിക്കാൻ തുടങ്ങലുണ്ടല്ലോ ഐ വിൽ ബിക്കം ഓൾഡ്. കിളവേ ആയിപ്പോവും ഞാൻ. എനിക്ക് ഈ പ്രൊജക്ട് ഒന്ന് ഫിനിഷ് ചെയ്യണം.